ഈ ഒരു ലാപ്ടോപ്പിൽ കംപ്ലയിൻസ് ഉള്ളത് ബാറ്ററി നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ളൊരു കംപ്ലയിൻ്റ് ആണുള്ളത്. ലാപ്ടോപ്പ് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ ബാറ്ററി ഇല്ല എന്നുള്ള മെസ്സേജാണ് വരിക. ബാറ്ററിയിൽ നിന്ന് ലാപ്ടോപ്പ് വർക്കാവില്ല, പ്ലഗിൽ എന്ത് ചെയ്യുള്ളൂ, വർക്കാവുള്ളൂ. നിലവിൽ ഇതിൻ്റെ മറ്റൊരു സർവീസ് സെൻറ്ററിൽ 2-3 ബാറ്ററീസ് ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കി ചെക്ക് ചെയ്തതാണ്. ബാറ്ററിയുടെ ഇഷ്യൂ അല്ല, ഇതിൻ്റെ മദർ ബോർഡിൻ്റെ കംപ്ലയിൻസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ ഇപ്പോഴത്തേക്കുള്ള മദർ ബോർഡ് ലെവലിലുള്ള അഡ്വാൻസ് ലെവൽ ചിപ്പ് ലെവൽ സർവീസ് എല്ലാ ബ്രാൻഡിൻ്റെയും നമ്മുടെ ഷോപ്പിൽ അഡ്വാൻസ് ലെവൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് ബാറ്ററിൻ്റെ സൈഡിലുള്ളൊരു കംപ്ലയിൻസ് ആയിട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ബാറ്ററിയുടെ സൈഡിൽ വരുന്ന അതിൻ്റെ ബാറ്ററി കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സൈഡിലുള്ള ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ചിപ്പ് ലെവലിൽ ഇതിൻ്റെ പിന്നെ പ്രധാന ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കംപ്ലയിൻസ് സോൾവ് ചെയ്യലാവില്ല, അതിൻ്റെ എവിടെയാണ് കംപ്ലയിൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യില്ല എന്നുള്ള അതിൻ്റെ ഒരു ഇത് വരും, നമുക്ക് ടാസ്ക് ആയിട്ട് വരിക. അപ്പോൾ നമുക്കിതിൽ ഇപ്പം ചെക്ക് ചെയ്ത് നോക്കുമ്പം ഈ ഒരു 2 ട്രാൻസിസ്റ്റർ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലയിൻസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നില്ല, ബാറ്ററിയും ബോർഡും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ റീപ്ലേസ് ചെയ്താൽ ഇതിൻ്റെ ഇഷ്യൂ ഫിക്സ് ആവേണ്ടതാണ്. നമുക്ക് എന്ത് ചെയ്യാതെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കാം. ട്രാൻസിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലാപ്ടോപ്പ് എന്താണ് ചാർജിങ് നടക്കുന്നുണ്ട്, ബാറ്ററി ഓക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻസുകൾ ഏത് ലാപ്ടോപ്പിൻ്റെയും മാക്ബുക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ ലാപ്ടോപ്പിൻ്റെ സർവീസും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം.